വിദ്യാഭ്യാസ മേഖലയ്ക്കുള്ള സമഗ്ര ശിക്ഷാ ഫണ്ട് ലഭിക്കാൻ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയുമായി ഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി. SSK ഫണ്ട് ലഭിക്കുമെന്നാണ് പ്രതീക്ഷ. നവംബർ 10-ന് ഡൽഹിയിലെത്തുമ്പോൾ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്താൻ ശ്രമിക്കും. PM ശ്രീയിൽ മുഖ്യമന്ത്രിയുമായി കൂടി ആലോചിച്ച ശേഷം കേന്ദ്രത്തിന് കത്തയക്കുമെന്നും ശിവൻകുട്ടി തിരുവനന്തപുരത്ത് പറഞ്ഞു. അല്ല, അത് ഞാൻ പറഞ്ഞില്ലേ, PM ശ്രീയെ സംബന്ധിച്ചിടത്തോളം ഗവൺമെൻറ് ക്യാബിനറ്റ് ഒരു സബ് കമ്മിറ്റി നിയമിച്ചിട്ടുണ്ട്. സബ് കമ്മിറ്റി ചെയർമാനാണ്. അതിൻ്റെ യോഗം ആദ്യം ചേർന്നിട്ടില്ല. അത് കൂടി തീരുമാനിച്ച ശേഷം മറ്റു കാര്യങ്ങളിലേക്ക് പോകുള്ളൂ. നമ്മൾ ഈ കത്ത് എപ്പോഴത്തേക്ക് അയക്കാനാണ് മിനിസ്റ്റർ ആലോചിക്കുന്നത്? അത് ക്യാബിനറ്റ് കഴിഞ്ഞേലുള്ളൂ. അതിനിപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുക. ഫണ്ടിന് എന്തെങ്കിലും ഹോപ്പ് വെക്കണോ? ഇനി അതിൻ്റെ പ്രചരണം മാത്രമാണ്. ഫണ്ട് കിട്ടാൻ സാധ്യത അല്ല, SSKയുടെ ഫണ്ട് നമ്മൾ വാങ്ങാൻ വേണ്ടിയുള്ള ശ്രമം നടത്തും. അപ്പോൾ ഇനി കേന്ദ്രമന്ത്രി ഒരിക്കൽ കൂടി കാണുന്നുണ്ടോ? ഞാൻ 10-ാം തീയതി അവിടെ ലേബർ മന്ത്രിമാരുടെ യോഗം ഡൽഹിയിലുണ്ട്. അന്ന് ഞാൻ ഡൽഹിക്ക് പോകുന്നുണ്ട്. അന്നൊരു കൂടിക്കാഴ്ച നടത്താൻ ശ്രമിക്കുന്നുണ്ട്. പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുകയാണ്. പ്രശാന്ത്, കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയുമായുള്ള കൂടിക്കാഴ്ച, ഒപ്പം PM ശ്രീ പദ്ധതിയിലെ മുഖ്യമന്ത്രിയുമായി കൂടി ആലോചിച്ച ശേഷമുള്ള നിലപാട് മന്ത്രി വി ശിവൻകുട്ടി എന്തൊക്കെയാണ് മാധ്യമങ്ങളോട് പറഞ്ഞത്? PM ശ്രീയുമായി ബന്ധപ്പെട്ട സർക്കാർ പിന്നോട്ട് പോയതിനു ശേഷമുള്ള നടപടിക്രമങ്ങൾ, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ചോദിച്ചത്. ആ ചോദിച്ചതിൽ നിലവിൽ അത് PM ശ്രീയുമായി മുന്നോട്ട് പോകുന്നതുമായി ബന്ധപ്പെട്ട് യാതൊരുവിധ തീരുമാനങ്ങളും ഉണ്ടായിട്ടില്ല. ക്യാബിനറ്റിൻ്റെ തീരുമാനം ആണ് അത്. ആ ക്യാബിനറ്റിൻ്റെ തീരുമാനത്തിൽ അങ്ങനെ തന്നെ മുന്നോട്ട് പോകാനാണ് നീക്കമെന്നാണ് ഇപ്പോൾ വിദ്യാഭ്യാസ മന്ത്രിയും അറിയിച്ചിരിക്കുന്നത്. എന്നാൽ SSKയുടെ ഫണ്ട് വാങ്ങുന്നതിനുള്ള നീക്കം നടത്തും എന്നാണ് അറിയുന്നത്. അതായത് PM ശ്രീയിൽ മുന്നോട്ട് പോകാൻ കഴിയില്ല, എന്നാൽ ഫണ്ട് വേണം എന്നൊരു നിലപാട് സംസ്ഥാനം സ്വീകരിക്കുന്നു, അല്ലെങ്കിൽ കേരളം സ്വീകരിക്കുന്നു എന്നാണ് ഇപ്പോൾ ഏറ്റവും എടുത്തു പറയേണ്ടത്. അതാണ് ഈ SSKയുടെ ഫണ്ട്, കേന്ദ്രത്തിൻ്റെ ഫണ്ടുണ്ട്, ആ ഫണ്ട് വാങ്ങിയെടുക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ അതുമായി മുന്നോട്ട് പോകും. ഈ വരുന്ന 10-ാം തീയതി വി ശിവൻകുട്ടി ഡൽഹിക്ക് പോകുന്നുണ്ട്. ഡൽഹിക്ക് പോകുമ്പോൾ അവിടെ വെച്ച് വിദ്യാഭ്യാസ മന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തും. കൂടിക്കാഴ്ചയിൽ ഇക്കാര്യങ്ങളെല്ലാം സംസാരിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. അതായത് PM ശ്രീയുമായി മുന്നോട്ട് പോകാൻ താല്പര്യമില്ലെങ്കിലും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഫണ്ട് വേണമെന്നൊരു നിലപാടാണ് ഇപ്പോൾ വിദ്യാഭ്യാസ മന്ത്രിയും അതോടൊപ്പം തന്നെ സംസ്ഥാന സർക്കാരും സ്വീകരിച്ചിരിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നമുക്കറിയാം, ഈ PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട് സംസ്ഥാനം നിലവിലെ നിൽക്കുന്ന, അതായത് ധാരണാപത്രത്തിൽ ഒപ്പിട്ട് അതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകേണ്ടതായിരുന്നു. അതിനിടയിലാണ് തർക്കങ്ങൾ ഉണ്ടാകുകയും പിന്നീട് CPIയുടെ ഭീഷണിക്ക് വഴങ്ങിക്കൊണ്ട്, അല്ലെങ്കിൽ CPIയുടെ ഭീഷണി നാടകത്തിന് വഴങ്ങിക്കൊണ്ട് ഇനി തൽക്കാലം മുന്നോട്ട് പോകേണ്ടതില്ല എന്ന ഒരു നിലപാട് സംസ്ഥാന സർക്കാർ സ്വീകരിച്ചത്. അതിനുശേഷമാണ് കഴിഞ്ഞ ക്യാബിനറ്റ് ഉണ്ടായിരുന്നു. ആ ക്യാബിനറ്റിൽ കൂടിയതിനു ശേഷവും തൽക്കാലത്തേക്ക് PM ശ്രീ പദ്ധതിയുമായി മുന്നോട്ട് പോകേണ്ട, അത് മരവിച്ചു എന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തി നിൽക്കുകയായിരുന്നു. എന്തായാലും അതുമായി ബന്ധപ്പെട്ട് തുടർ ചർച്ചകളൊന്നും ഉണ്ടായിട്ടില്ല എന്നും വിദ്യാഭ്യാസ മന്ത്രി പറയുന്നുണ്ട്. മറ്റു കാര്യങ്ങളത് SSKയുടെ ഫണ്ടാണ്. SSKയുടെ ഫണ്ട് വാങ്ങിച്ചെടുക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ അത് മറ്റൊരു വഴിയിൽ നടക്കും എന്നാണ് പറയുന്നത്. തത്വത്തിൽ ഇത്രമാത്രമാണ്. PM ശ്രീ പദ്ധതിയിൽ തങ്ങൾക്ക് ചേരുന്നില്ലെങ്കിൽ പോലും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെതായിട്ടുള്ള ഫണ്ടുകൾ വേണം. ആ ഫണ്ടുകൾ വാങ്ങിച്ചെടുക്കുന്നതിനുള്ള തീരുമാനം അത് തങ്ങൾ നടത്തും എന്ന് തന്നെയാണ് പറഞ്ഞു വയ്ക്കുന്നത്. കഴിഞ്ഞ ദിവസം പറഞ്ഞത് ശ്രദ്ധേയമാണ്. അതായത് ഈ PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാരിൻ്റെ നിലപാടിൽ അതിലൊരു വ്യക്തത വരുത്തേണ്ടതുണ്ട്. ഇവിടെ വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാനെ മന്ത്രി വി ശിവൻകുട്ടി കാണുമ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ നിലപാട്, ഇവിടെ പറഞ്ഞതുപോലെ തന്നെ കേന്ദ്ര ഫണ്ട് വേണം, ആ ആവശ്യം പക്ഷേ PM ശ്രീയിൽ ഒപ്പുവെക്കാൻ കഴിയില്ല. അതിലുള്ള ഒരു വൈരുദ്ധ്യമാണ് കൃത്യമായും വ്യക്തമായും പ്രകടമാകുന്നത്. അത് കേന്ദ്രം എങ്ങനെ സ്വീകരിക്കും, വിദ്യാഭ്യാസ ധർമ്മേന്ദ്ര പ്രധാൻ എങ്ങനെ സ്വീകരിക്കും എന്നത് നമുക്ക് കണ്ടറിയേണ്ടതുണ്ടല്ലേ? തീർച്ചയായും KP, അതായത് ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചതിന് ശേഷമാണ് കേരളത്തിൽ CPIയുടെ എതിർപ്പുണ്ടാകുന്നത്. ആ എതിർപ്പ് വലിയ രീതിയിൽ പൊതുമധ്യത്തിലടക്കം CPIയുടെ വിദ്യാർത്ഥി യുവജന സംഘടനകളെല്ലാം പ്രതിഷേധവുമായി രംഗത്ത് വരുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായി. അതിനുശേഷമാണ് CPIയുടെ എതിർപ്പ് മാനിച്ചുകൊണ്ട് തങ്ങൾ പിന്നോട്ട് പോകുന്നതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞത്. അതിനുശേഷം ക്യാബിനറ്റിൽ ഇത് തീരുമാനമാവുകയും ചെയ്തു. എന്നാൽ അതിനൊരു നടപടിക്രമങ്ങളുണ്ട്. നടപടിക്രമങ്ങൾ കത്ത് മുഖാന്തരം ഇത് കേന്ദ്രത്തെ അറിയിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ ഇനി കിടക്കുകയാണ്. അത്തരത്തിലുള്ള നടപടിക്രമങ്ങളുമായിട്ട് സർക്കാർ ഇതുവരെ മുന്നോട്ട് പോയിട്ടുള്ളതാണ് വിദ്യാഭ്യാസ വാക്കുകളോട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ക്യാബിനറ്റ് തീരുമാനിച്ച പ്രകാരം നടക്കും എന്നാണ് പറയുന്നത്. എന്തായാലും തൽക്കാലം ഈ തെരഞ്ഞെടുപ്പൊക്കെ അടക്കം വന്നിരിക്കുന്ന ഒരു സാഹചര്യം ഇപ്പോൾ നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ നിലവിൽ PM ശ്രീ പദ്ധതിയുമായിട്ട് മുന്നോട്ട് പോകുന്നില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നാൽ ഫണ്ട് വാങ്ങിച്ചെടുക്കുവാനുള്ള തീരുമാനമുണ്ടാകും, അല്ലെങ്കിൽ ഫണ്ട് വാങ്ങിച്ചെടുക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലെന്നാണ് വിദ്യാഭ്യാസ മന്ത്രി പറയുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങൾ തങ്ങൾ നടത്തുമെന്ന് അറിയിക്കുകയും ചെയ്യുന്നു. എന്തായാലും 10-ാം തീയതി വിദ്യാഭ്യാസ മന്ത്രിയുമായിട്ടൊരു ഒരു കൂടിക്കാഴ്ചയ്ക്ക് കേന്ദ്ര വിദ്യാഭ്യാസ
വിദ്യാഭ്യാസ മന്ത്രിയുമായിട്ടുള്ള കൂടിക്കാഴ്ചയ്ക്ക് സംസ്ഥാന വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ശ്രമിക്കുന്നുണ്ട്. അതിൽ ഇത്തരം കാര്യങ്ങളൊക്കെ ചർച്ചയാകുമെന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ PM ശ്രീയെ പറ്റി നിലവിലുണ്ടായ വിവരങ്ങളെല്ലാം, അതായത് ഈ പ്രതിഷേധങ്ങൾക്ക് ശേഷം അതിൽ നിന്ന് പിൻവാങ്ങാൻ, അതല്ലെങ്കിൽ ഒരു ധാരണാപത്രത്തെ തൽക്കാലത്തേക്ക് മരവിപ്പിച്ച് നിർത്തുന്ന നിലയിലേക്കൊക്കെ എത്തിയ ഒരു സാഹചര്യം വിശദീകരിക്കുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. എന്തായാലും അതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകും എന്നാണ് നിലവിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിലൊരു കൃത്യമായ രീതിയിലൊരു പ്രതികരണം വിദ്യാഭ്യാസ മന്ത്രിയുടെ ഭാഗത്തും ഉണ്ടായിട്ടില്ല. കാരണം വിദ്യാഭ്യാസ മന്ത്രിക്കും ഈ വിഷയത്തിൽ വേണ്ടത്ര എങ്ങനെയാണ് ഈ വിഷയം, അതായത് ഈ തുടർന്നുള്ള നീക്കങ്ങൾ ഏത് രീതിയിലാണെന്നതിൽ കൃത്യമായ ഒരു ഗ്രാഹ്യമില്ലെന്ന് വേണം നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അതിൽ ഒരു കൃത്യത അദ്ദേഹം പറഞ്ഞില്ല. ക്യാബിനറ്റിൻ്റെ തീരുമാനമാണ് എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുന്നൊരു സാഹചര്യമാണ് ഉണ്ടായത്. എന്തായാലും 10-ാം തീയതി, നവംബർ 10-ാം തീയതി വിദ്യാഭ്യാസ മന്ത്രി ഡൽഹിക്ക് പോകുന്നുണ്ട്. അപ്പോൾ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തും. അതിനൊപ്പം തന്നെ ഈ SSK ഫണ്ട് വാങ്ങിച്ചെടുക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ചർച്ചയാകുമെന്നാണ് അറിയാൻ കഴിയുന്നത്. തത്വത്തിൽ ഇത്രമാത്രമാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ PM ശ്രീ പദ്ധതിയിലോട്ട് ചേരുകയും വേണ്ട, എന്നാൽ കേന്ദ്രത്തിൻ്റെ ഫണ്ട് വാങ്ങുകയും വേണം എന്നൊരു നിലപാടിലേക്കാണ് സംസ്ഥാനം ഇപ്പോൾ എത്തി നിൽക്കുന്നത്. ശരി, പ്രശാന്ത് ശങ്കരമംഗലത്താണ് തിരുവനന്തപുരത്ത് നിന്നും വിശദാംശങ്ങൾ നൽകി.